അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു മുഖ്യമായ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ദിവസം പോലും മുടങ്ങാതെ ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട ദിക്ർ. കാരണം നാം റബ്ബിനോട് എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം ലഭിക്കാൻ ഉറപ്പായും ഉത്തരം ലഭിക്കുമെന്നും അവിടെ നിന്ന് മുത്തായ തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്റാണ് ഈ ദിക്ർ എന്നുള്ളത്. ഇത്രയും ഉറപ്പോടെ നമുക്ക് ഈ ദിക്ർ ചൊല്ലി അള്ളാഹുവിനോട് എന്ത് ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം ലഭിക്കും. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് പതിവാക്കിയ ദിക്റും കൂടിയാണ് ഈ ദിക്ർ എന്നുള്ളത്. മഹാനായ സമർത്ത് ഇബ്നു ജുൻദുബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുന്നു, ഞാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരുപാട് തവണ ഈ ഹദീസ് കേട്ടിട്ടുണ്ട്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ഈ ഒരു ഹദീസിനെ കുറിച്ച്. ഏതാണ് ഹദീസ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് പറയുന്നത്, ഒരാൾ രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ ചൊല്ലുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏത് ചോദ്യത്തിനും, അദ്ദേഹത്തിൻ്റെ ഏത് റബ്ബിനോട് ചോദിക്കുന്ന ഏതൊരു ഹലാലായ കാര്യത്തിനും അള്ളാഹു ഉത്തരം കൊടുത്തിരിക്കും. അത്രയും മഹത്വമേറിയ ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്ന് പറയുന്നു, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് എല്ലാ ദിവസവും 7 പ്രാവശ്യം ഈ ദിക്ർ പതിവാക്കുമായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും ഉത്തരം കൊടുക്കുമായിരുന്നു ഈ ദിക്ർ അവിടുന്ന് പതിവാക്കിയ കാരണത്താൽ. അതുകൊണ്ട് നമുക്കും രാവിലെയും വൈകുന്നേരവും 7 തവണയെങ്കിലും മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പതിവാക്കിയതുപോലെ നമുക്കും 7 പ്രാവശ്യം പതിവാക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ അൻത ഖലഖതനി വഅൻത തഹ്ദീനി വഅൻത തുത്ഇമുനി വഅൻത തുസ്ഖീനി വഅൻത തുമീതുനി വഅൻത തുഹീനി വഅൻത അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഈ ദിക്റാണ്. അല്ലാഹുവേ, നീയാണ് എന്നെ പടച്ചത്, നീയാണ് എന്നെ ഹിദായത്താക്കിയത്, നീയാണ് എനിക്ക് ഭക്ഷണം തരുന്നത്, നീയാണ് എനിക്ക് വെള്ളം തരുന്നത്, നീയാണ് എന്നെ മരിപ്പിക്കുന്നതും ഹയാത്താക്കുന്നതും, നിനക്കാണ് എല്ലാത്തിൻ്റെയും അധികാരം, നീയാണ് എല്ലാത്തിൻ്റെയും അധികാരം നിനക്കാണുള്ളത് എന്ന അർത്ഥം വരുന്ന അതിമഹത്തായ ഈ ദിക്ർ എല്ലാവരും പതിവാക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.